നിലവിലെ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മന്ത്രിമാരെയും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര മന്ത്രിമാർക്ക് വിജയിച്ച് തിരിച്ച് നിയമസഭയിൽ എത്താൻ കഴിയും? ഒന്ന്, ഭരണവിരുദ്ധ വികാരം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. രണ്ട്, പിണറായി വിരുദ്ധ തരംഗവും ഉണ്ട്. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ എല്ലാ തരത്തിലും ക്ഷേമ പെൻഷൻ, DA അങ്ങനെയൊക്കെയുള്ള വർധനവ് വരുത്തി കഴിഞ്ഞപ്പോൾ അതെത്രത്തോളം LDFന് അനുകൂലമായി മാറുമെന്നുള്ളതും ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ പ്രഖ്യാപനമായിരുന്നു. ക്ഷേമ പെൻഷൻ തന്നെ ഏതാണ്ട് 68 ലക്ഷത്തോളം പേരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരെ വേണ്ട തരത്തിലും അമിതമായിട്ട് തന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മന്ത്രിസഭയിലെ ഒരു 6 മന്ത്രിമാർ ഉറപ്പായും തോൽക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാം. അവരിൽ എല്ലാവരും മത്സരിക്കണമെന്നില്ല. ചിലർക്ക് പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നം കൊണ്ട് മാറ്റി നിർത്താം. പക്ഷേ ആ പ്രായാധിക്യമായാലും ആരോഗ്യ പ്രശ്നമായാലും ആ 6 പേരുടെ പേര് നമുക്ക് എടുത്തു പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് താനൂർ MLA പോകാം. അത് കായിക മന്ത്രി അബ്ദുറഹിമാൻ ഏറ്റവും അവസാനം വന്നിട്ട് ഒരു കായിക കുംഭകോണം തന്നെ നടത്തിയിരിക്കുകയാണ്. അർജന്റീനയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, മെസ്സിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിന് തന്നെ ഇപ്പം വേണ്ടോ ലക്ഷങ്ങൾ ചെലവഴിച്ചില്ലേ? അതിൻ്റെ ഒരു പ്രാഥമിക സ്റ്റേഡിയം നവീകരണം, കസേര മാറ്റുന്നു. അതെ, അതിനൊക്കെ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേക ഒരു ബസ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്യുന്നു. അപ്പം അത് തന്നെ ഏറ്റവും വലിയ പറ്റിപ്പായി എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കഘട്ടത്തിൽ അല്പം ബോധമുള്ളവർ പറയുമായിരുന്നു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, അർജന്റീന ടീമൊന്നും ഇങ്ങോട്ട് വരത്തില്ല, ഇവിടുന്ന് പോയി വിളിച്ചു കഴിഞ്ഞാൽ വരുന്നവരൊന്നുമല്ല അർജന്റീന, അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ മലപ്പുറം ജില്ലയിൽ CPMന്റെ ഒരു വിജയം നേടിക്കൊടുത്തു എന്നതുകൊണ്ടാണ് അബ്ദുറഹ്മാനും മന്ത്രിസ്ഥാനം കിട്ടിയിരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഒരു വലിയ പരാജയം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് 26-ൽ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് ഒരു 5000-ത്തിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്ന ഈ ദേവസ്വം വകുപ്പും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നല്ല മന്ത്രിയാണ്, 3 മന്ത്രിമാരുടെ ചുമതല ഒന്നിച്ചു വഹിക്കുന്ന VN വാസവൻ എന്നൊക്കെ പറഞ്ഞുള്ള വിശേഷണമാണ് കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ അടുത്ത ആളുകൂടിയാണ് VN വാസവനും പിന്നെ ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള സജി ചെറിയാനും. രാജിവെച്ച് പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ VN വാസവനൊക്കെ എന്തായാലും അടുത്ത തവണയും സീറ്റ് കൊടുക്കും. VN വാസവന് ഏറ്റുമാനൂരിലാണ്. ഏറ്റുമാനൂരിൽ ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ആ സീറ്റ് ഏറ്റെടുക്കാൻ പോവുകയാണ് കോൺഗ്രസ്സുകാരൻ. എന്നിട്ട് കോൺഗ്രസിലെ ഒരു മികച്ച ഒരാളെ അങ്ങോട്ടേക്ക് ഇറക്കി VN വാസവനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ പോവുകയാണ്. പണ്ട് ഈ VN വാസവൻ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരുവഞ്ചൂരിനെ ഭയന്നാണ് ഏറ്റുമാനൂരിലേക്ക് പോയത്. ഒരു തവണ നിന്ന് തിരുവഞ്ചൂരിനോട് തോറ്റു. അപ്പൊ എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂരിനെ ഏറ്റുമാനൂരിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് VN വാസവനെ പരാജയപ്പെടുത്താം. അപ്പം വാസവൻ ആദ്യ സമയങ്ങളിലൊക്കെ വലിയൊരു ജനപ്രീതിയൊക്കെ നേടി നിന്നു. പക്ഷേ ശബരിമല പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടുപോയി എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസ്, ശബരിമലയിലെ മൊത്തം സ്വർണ്ണക്കൊള്ളയിലും ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് അതിൽ നിർണായക പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കൂടാഞ്ഞിട്ട് പിന്നെ ഈ സന്നിധാനത്ത് ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി നെടുങ്കനെ അങ്ങനെ നിൽക്കുക, ഭക്തർക്ക് ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ അവിടെ തന്നെ ഈ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് വാസവൻ 2021 വലിയ ഭൂരിപക്ഷമൊന്നും ഏറ്റുമാനൂരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വാസവനെ തോൽപ്പിക്കാൻ എളുപ്പമായിട്ടാണ് UDF കണക്ക് കൂട്ടുന്നത്. മൂന്നാമത് വരുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ ജോർജ് തോൽക്കും. 2016-ലും 2021-ലും തുടർച്ചയായി 2 തവണ വിജയിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് 2019-ൽ കൊണ്ടുപോയി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. അപ്പം ഈ 21-ൽ വന്നപ്പോൾ വീണ ജോർജിന് ആരോഗ്യമന്ത്രി സ്ഥാനം കൊടുത്തു.
ശൈലജ ടീച്ചറെ 2021 മാറ്റി നിർത്തി. ശൈലജ ടീച്ചർ MLA സ്ഥാനത്തോടുകൂടി ജയിച്ചു വന്നു മട്ടന്നൂരിൽ നിന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി. അപ്പോൾ വീണ ജോർജിനെതിരെ പരക്ക പരാതിയുണ്ട് കേരളം മുഴുവൻ. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തും. 2, പൊതുഗതാഗതം. 3, പൊതുജന ആരോഗ്യം. ഈ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് 2016 CPM-ന് കിട്ടിയ വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. KK ശൈലജ പിന്നെ കോവിഡിനെ അതിജീവിച്ച നായിക എന്നൊക്കെയുള്ള രീതിയിൽ വലിയ അംഗീകാരം നേടി. പക്ഷേ വീണ ജോർജിൽ ഈ വകുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആകെ കുത്തഴിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, അദ്ദേഹം ആ മെഡിക്കൽ കോളേജിനകത്തെ ശോചനീയ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചു, അല്ലെ? പിന്നെ അതുകൂടാഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന് ഒരു വീട്ടമ്മയുടെ ദാരുണ അന്ത്യം. കൂടാതെ അവിടെ ഏതാണ്ടോ ചില ഉപകരണങ്ങളൊക്കെ വാങ്ങിയതിൽ 5 കോടി രൂപ കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങിവെച്ചു. ഇത് ആ ഏജൻസിക്ക് പണം അടയ്ക്കാത്തത് കൊണ്ട് അവർ ഈ ഉപകരണങ്ങളെ എടുത്തുകൊണ്ട് പോയി. പിന്നെ രോഗികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോയി മരുന്ന് വാങ്ങേണ്ട അവസ്ഥ. ഇങ്ങനെ മരുന്നില്ല, വേണ്ടത്ര സ്റ്റാഫില്ല. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പരക്ക പരാതിയാണ്. വീണ ജോർജിനെതിരെ തന്നെ മണ്ഡലത്തിൽ വ്യാപകമായ പരാതിയുണ്ട്. CPM കാരിൽ നിന്ന് തന്നെ പരാതിയുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള അടൂർ MLA ചിറ്റയം ഗോപകുമാർ തന്നെ പറയുന്നത് ഫോൺ വിളിച്ചാൽ എടുക്കല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ ജോർജും പരാജയത്തിലേക്ക് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 4ാമത് വരുന്നത് ശശീന്ദ്രനാണ്, വനം വന്യജീവി വകുപ്പ്. ശശീന്ദ്രനെ പിണറായി വിജയന്റെ ഭാര്യയുടെ ഒരു അടുത്ത ബന്ധുവാണ്. ആ പരിഗണനയാണ് എപ്പോഴും ശശീന്ദ്രന് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത്. ശശീന്ദ്രന് ലൈംഗിക അപവാദം, അതിലൂടെ പിന്നെ തിരിച്ചു വരികയും ചെയ്തു. നേരത്തെ നമ്മൾ സജി ചെറിയാന്റെ കാര്യം പറഞ്ഞതുപോലെ പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണ് ശശീന്ദ്രനും. പിന്നീട് വനം വന്യജീവി വകുപ്പാണ് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം ഇങ്ങനെയുള്ള ചില മലയോര മേഖലകളൊക്കെ തന്നെ കർഷകര് ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ്. അവരുടെ ജീവൻ, പിന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലെല്ലാം ഈ വനം വകുപ്പിന്റെ ഈ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ശശീന്ദ്രൻ ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വകുപ്പിനെ എത്ര മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വനം വന്യജീവി വകുപ്പിലൂടെ ശശീന്ദ്രൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത പറയാൻ പോകുന്ന 2 മന്ത്രിമാരെന്ന് പറയുന്നത് ഒരു വകുപ്പിന്റെ 2 വിഭജനമാണ്. അതായത് വിദ്യാഭ്യാസം, കൊച്ചു വിദ്യാഭ്യാസവും വലിയ വിദ്യാഭ്യാസവും. അതിലെ ഉന്നത വിദ്യാഭ്യാസം നമുക്കറിയാം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ജയിച്ചു വന്നിട്ടുള്ളതാണ്. എന്തായാലും ബിന്ദുവിന്റെ ഒരു CPM സ്പോൺസേഡ് ബിരുദവും PhD-യും ആണോ എന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിലുള്ള ഇംഗ്ലീഷ് പ്രസംഗവും ഒക്കെ നമ്മൾ കേട്ടതാണ്. അതിൽ പിന്നെ കുട്ടികൾക്കാരും തന്നെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നിൽക്കുന്നില്ല, വലിയ പരാജയം ഏറ്റുവാങ്ങി പോവുകയാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ശിവൻകുട്ടിയും പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ദോഷമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ MA ബേബിയേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട മന്ത്രിയുമാണെന്ന് പറയാം. ശിവൻകുട്ടി ഇനിയിപ്പോൾ നിയമത്ത് പോയി നിന്നാൽ ജയിക്കും, കാര്യം ജനങ്ങളുമായിട്ട് വലിയ അടുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. വിദ്യാഭ്യാസ വകുപ്പിൽ എന്തെങ്കിലും മികച്ച പ്രകടനം നടത്തി എന്നുള്ള രീതിയിൽ ശിവൻകുട്ടി വിജയിക്കത്തില്ല. ശിവൻകുട്ടിയും ശശീന്ദ്രനും ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ 6 മന്ത്രിമാരുടെ പരാജയം ഉറപ്പാണ് 2026. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.